ഹലോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു വെറൈറ്റി ഡിഷായ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മുടെ ചിക്കൻ എങ്ങനെ കറി വയ്ക്കാമെന്ന് നോക്കാം. നല്ല ടേസ്റ്റിയാണ്, ഒരു വെറൈറ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് എൻ്റെ പ്രതീക്ഷയോടെ ഞാൻ ഡിഷിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തൊരു ബൗളിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മാരിനേറ്റ് ചെയ്യണം. നമ്മളിവിടെ തൈരും കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞളും ഉപയോഗിച്ചാണ് മാരിനേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, കട്ടത്തൈര്. അല്പം പുളിയൊക്കെ ഉണ്ട്. പിന്നെ എടുത്തിട്ടുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി എല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊരല്പം നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. വെച്ചതിന് ശേഷമാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. നമ്മളിതുപോലെ മിക്സ് ചെയ്ത് വെച്ചാലും ചിക്കന് പുളിപ്പൊന്നും വരില്ല കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ചിക്കൻ തൈരിൽ മാരിനേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആവും, അല്ലാതെ പുളിപ്പൊന്നും കാണില്ല. അപ്പോൾ നമുക്കിത് ഒരു സൈഡിലോട്ട് വെക്കാം. പിന്നെ ഇതിനാവശ്യമായ പച്ചമുളക്, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ 4 സ്മോൾ സവാള. മീഡിയം സവാളയാണെങ്കിൽ ഒരു 3 എണ്ണം, വലുതാണെങ്കിൽ ഒരു 2 എണ്ണം മതിയാവും. ഞാനിവിടെ 4 ചെറുതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു പാന് ചൂടായിട്ടുണ്ട്. ആ ചൂടായ പാനിലോട്ട് നമുക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിന് കുറച്ച് ഓയിൽ ആവശ്യമാണ്, അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂണാണ് ഞാൻ ഒഴിച്ചത്. 3 4 ആയാലും കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചൂടായ പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മളിവിടെ പച്ചമുളക് എടുത്തില്ലേ, അതിൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞില്ല. ഒരു തക്കാളിയാണ് ഞാനിവിടെ എടുത്തത്. തക്കാളി എന്ന് പറയുമ്പോൾ ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത്. പച്ചമുളക് എന്ന് പറയുമ്പോഴത്തേക്കും പച്ചമുളക് 4 5 6 അവരവരുടെ എരിവിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഒരു 3 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതിൽ ഈ സവാള വഴണ്ടി വന്നപ്പോഴത്തേക്കും പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ കുറച്ച് ചേഞ്ചായി വരുന്നുണ്ട്. വന്നതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മഞ്ഞൾപ്പൊടിയും ഉപ്പും. അപ്പം നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത സമയത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തതുകൊണ്ട് ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയെ ചേർക്കുന്നുള്ളൂ. ഉപ്പും അതുപോലെയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും. അപ്പോൾ വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ നാടൻ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും ഇതിലോട്ട് ഞാനിപ്പോൾ കുരുമുളക് പൊടിയും പെരുംജീരക പൗഡറും ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഒരു 3 ടീസ്പൂണും പെരുംജീരക പൊടി ഒരു 2 ടീസ്പൂണും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ചിക്കൻ കറി വെക്കുമ്പോഴത്തേക്കും സവാളയും ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ല വഴഞ്ഞ് നല്ല ഉള്ളി ഏതാണ് തക്കാളി ഏതാണെന്ന് അറിയാൻ പറ്റാത്ത വിധത്തിലാണ് ചെയ്യുന്നത്. അപ്പം നോർത്ത് ഇന്ത്യയിലൊക്കെ ആകുമ്പോഴത്തേക്കും ഈ സംഭവങ്ങളൊക്കെ വെന്ത് കാണും, പക്ഷെ അതിങ്ങനെ മുഴുവനോടെ കിടക്കുന്നത് പോലെ നമുക്ക് തോന്നും. എന്നാൽ അതിൻ്റെ അകവശമൊക്കെ നന്നായി വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹാഫ് കുക്കായ സവാളയിലിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കുക. ആ വെള്ളം ഒന്ന് തുറത്ത് കളയുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. കണ്ടോ? ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ എടുത്ത് വെച്ചിരുന്ന വെള്ളം നമ്മൾ ഉപയോഗിക്കില്ല, ഒന്ന് കളയാം. ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം കണ്ടോ, മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. കുറച്ച് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് മസാല കൂട്ടെടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറും ഗരം മസാലയും മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു സാധനം എടുത്തിട്ടുണ്ട്. ഏതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ നോർത്ത് ഇന്ത്യയിലൊക്കെ കറിയിലും ചിക്കൻ കറിയിലും ഒക്കെ ഇടുന്ന കസൂരി മേത്തി. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് മസാല ചേർത്ത് കൊടുക്കണം. കാശ്മീരി ചില്ലി പൗഡർ എത്ര എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു 2 ടേബിൾ സ്പൂണ്
കാശ്മീരി ചില്ലി പൗഡറും ഒരു 1/2 ടീസ്പൂൺ സാധാരണ ചില്ലി പൗഡറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരല്പം മസാല പൗഡർ, ഗരം മസാല, അത് ആവശ്യത്തിന്, ഒരുപാടായി പോകരുത്. ഒരു 2-3 ടീസ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി കുറച്ച് മതി. കാശ്മീരി ചില്ലി പൗഡറാണ് കുറച്ച് കൂടുതൽ വേണ്ടത്. അപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഞാനിവിടെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. വെള്ളമൊക്കെ ചിക്കനിലുണ്ടായിരുന്ന വെള്ളം വെന്തിറങ്ങിയതാണ്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ചിക്കൻ കറി ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിതിൽ നല്ല കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. വേറെ മസാലക്കൂട്ടുകളൊന്നും എക്സ്ട്രാ ഇടുന്നില്ല, ഇത്രേ ഇടുന്നുള്ളൂ. ലാസ്റ്റ് നമുക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. കസൂരി മേത്തി അറിഞ്ഞുകൂടാത്തൊരു കുറച്ചെങ്കിലും കാണും. ഉലുവ ഇലയാണ്, നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കിയതാണ്. അപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് വളരെ സുലഭമായി ഇടുന്നതാണ്. എല്ലാത്തിലും അവരിത് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ചിക്കൻ കറി, നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല മണം വരുന്നുണ്ട്, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാളും വ്യത്യാസമായിട്ടുള്ളൊരു കറിയാണ്. വളരെ എളുപ്പം തയ്യാറാക്കാം. കൂടുതൽ പൊടികളോ മസാലകളോ ഒന്നും വേണ്ട. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ടോ, അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.